വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞു. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ആര് റബ്ബിനോട് ചോദിച്ചാലും നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഏതാണ് ആ സമയം? അറിയോ? അറിയില്ലല്ലോ. എന്തിനാ അള്ളാഹു അത് മറച്ചു വെച്ചത്? അത് മറച്ചു വെച്ചത് എന്താണെന്നറിയോ? വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആ സമയം ഏതാണെന്ന് അറിയിച്ചു കൊടുത്ത ആ ഒരു സമയത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. أن عمرو بن عوف المزني رضي الله عنه عن النبي صلى الله عليه وسلم قال إن في الجمعة ساعة لا يسأل الله العبد فيها شيئا إلا أعطاه الله إياه. വെള്ളിയാഴ്ചയിൽ ഒരു ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് ആരല്ലാനോട് ചോദിച്ചാലും ഇജാബത്ത് കിട്ടും. എന്നാ പിന്നെ ആ സമയമായിട്ട് അറിയിച്ചു കൊടുത്തുകൂടായിരുന്നോ? അത് കൊടുക്കൂല. എന്തേ കാര്യം എന്നറിയോ? ഓരോ വെള്ളിയാഴ്ചയും മനുഷ്യരിൽ നിന്ന് 1,44,00,000 ആളുകളെ അള്ളാഹു നരകം നിർബന്ധമാക്കപ്പെട്ടവരെ ഇത്തക്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കേട്ടോ? ഓരോ വെള്ളിയാഴ്ചയും എത്ര ആളുകളെ? 1,44,00,000 ആളുകൾക്ക് നരകത്തിൽ നിന്നത്തേക്ക് കിട്ടും. അപ്പോൾ ആ വെള്ളിയാഴ്ച എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിനാണ് ദുആന്റെ ആ സമയം പ്രത്യേകം അറിയിക്കാതിരുന്നത്. ഹദീസ് കേൾക്ക് സഹോദര സഹോദരി. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന യൗമൽ ജുമുഅത്തി വ ലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച രാവും പകലുമായി 24 സാഅ, 24 മണിക്കൂർ തന്നെയാണല്ലോ. എന്നാൽ ലൈസ ഫീഹാ സാഅത്തുൻ ഇല്ലാ വലില്ലാഹി ഫീഹാ 600,000 അതീഖിൻ മിനന്നാർ. ഓരോ വെള്ളിയാഴ്ചയിലെയും ഓരോ മണിക്കൂറിലും 6 ലക്ഷം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് ഇത്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ലക്ഷം ആളുകളെ? 6 ലക്ഷം. 6 × 24 = എത്രയായി? 144. അപ്പൊ 1,44,00,000 ആളുകളെ ഒരു വെള്ളിയാഴ്ചയിൽ അള്ളാഹു നരകത്തിന് എത്തിക്കാക്കും. അത് റമളാനിലും കൂടി ആവുമ്പോ അതിന്റെ ഒക്കെ ഒരു ഫضل എത്രയായിരിക്കും? അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ. ആ ദിവസത്തിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ ഒരു പ്രത്യേകത, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ആ ദിവസത്തിൽ മലക്കുകളും റൂഹൊക്കെ ഇറങ്ങി വരും എന്നതാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ രാത്രിയിൽ മലക്കുകളുടെ ഒരു മുസാഫഹത്ത് കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ മലക്കുകൾ ഒന്ന് നമ്മളെ ചേർത്ത് പിടിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവും. മലക്കുകൾ ഇറങ്ങും. എങ്ങനെ ഇറങ്ങും എന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ അവർക്കുണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ച്. രാത്രിയിൽ നിസ്കരിക്കാൻ നിന്നപ്പോൾ, രാത്രിയിൽ ഖുർആൻ ഓതുമ്പോൾ, രാത്രിയിൽ ദിക്റ് ചൊല്ലുമ്പോൾ, രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ ആകെ രോമക്കണ്ട് എടുത്തു പിടിച്ച് ശരീരത്തിൽ വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെട്ട് ഹൃദയമൊക്കെ ലോലമായി കണ്ണ് നിറഞ്ഞ അനുഭവം പറഞ്ഞവർ അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ മുഅ്മിനീങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. എന്തേ കാര്യം? അതന്നെയാണ് മലക്കുകളുടെ മുസാഫഹത്ത്. അല്ലാഹു അത് അനുഭവിക്കാൻ തൗഫീഖ് തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഇദാ കാന ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ സമാഗതമായാൽ നസല ജിബ്രീലു ഫീ കബ്കുബത്തിൻ മിനൽ മലായിക, ഒരു സംഘം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. എന്നിട്ടോ യുസല്ലൂന വയുസല്ലിമൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖായിദിൻ യദ്കുറുല്ലാഹ തആല, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് കഴിയുന്ന മുഅ്മിനീങ്ങളോട് സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരെ മുസാഫഹത്ത് ചെയ്യും എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ മുസാഫഹത്ത് മലക്കുകൾ ചെയ്യോ? അതിന് വല്ല അടയാളുണ്ടോ? നബിയേ നബിയേ വഹൽ ലിദാലിക മിൻ അലാമതിയാ റസൂലല്ലാഹ്. മലക്ക് വന്ന് മുസാഫഹത്ത് ചെയ്യുകയോ നമ്മളെ ചേർത്ത് പിടിക്കുകയോ, അങ്ങനെ പിടിച്ചാൽ അതെനിക്ക് കിട്ടി എന്നറിയാൻ വല്ല അടയാളവുമുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അതെ. ലാ യത്റുകു ജിബ്രീലു അഹദം മിനന്നാസ് ഇല്ലാ സാഫഹഹു. അതെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൈലത്തുൽ ഖദ്റിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നവർക്ക് മുസാഫഹത്ത് നൽകും. വഅലാമത്തു ദാലിക, എന്താണ് അതിന്റെ അടയാളമെന്നല്ലേ? അന്നമൻ യഖ്ശഅറ ജിൽദുഹു വറഖ ഖൽബുഹു വദമഅത ഐനാ വഹുവ മിൻ മുസാഫഹത്തി ജിബ്രീൽ. ഒരാളിങ്ങനെ ഇക്രല്ലിക്കൊണ്ടിരിക്കുമ്പോ, ദ്വാരുന്നോണ്ടിരിക്കുമ്പോ, തൗബ ചെയ്തുകൊണ്ടിരിക്കുമ്പോ രോമൊക്കെ അങ്ങോട്ട് എടുത്തു പിടിച്ചു. എന്തോ ഒരു കുളിര്. വറഖ ഖൽബുഹു, ഹൃദയമൊക്കെ അങ്ങോട്ട് ലോലമായി, ഹൃദയമൊക്കെ ഇങ്ങോട്ട് ലോലമായി. വദമഅത ഐനാ, ഹൃദയം ലോലമായി, അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്തെന്നില്ലാത്ത ഒരു നിർവൃതി, എന്തെന്നില്ലാത്ത ആനന്ദം, എന്തെന്നില്ലാത്ത സന്തോഷം. എന്നാൽ മനസ്സിലാക്കുക, വഹുവ മിൻ മുസാഫഹത്തി ജിബ്രീൽ, അത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുസാഫഹത്താണ്. ഖാല റസൂലുള്ളാഹി. അത് കിട്ടണം നിങ്ങൾക്ക് പൂതിയില്ലേ? ഉണ്ടണില്ലല്ലോ റബ്ബേ, ഉറങ്ങാണോ? നിങ്ങൾക്ക് ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുസാഫഹത്ത് കിട്ടണം എന്ന് ആഗ്രഹമില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും, ഹൃദയത്തിന് എപ്പോഴും റാഹത്ത് ഉണ്ടാവും, തടിക്ക് ആഫിയത്ത് ഉണ്ടാവും. തടിയുടെ രോഗങ്ങൾക്കും മനസ്സിന്റെ രോഗങ്ങൾക്കും അത് ശിഫയാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒറ്റപ്പെട്ട രാവുകളൊക്കെ, ഒറ്റയായ രാവുകളൊക്കെ ആ നിലക്കൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.